ബിജെപി നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പാർട്ടി മുൻ വക്താവും മുതിർന്ന നേതാവുമായ എം.എസ്. കുമാർ. സഹകരണ ബാങ്കിൽ നിന്നും കടമെടുത്ത പാർട്ടിക്കാർ കൈയൊഴിഞ്ഞതോടെ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ബിജെപി കൌൺസിലർ അനിലിന്റെ അവസ്ഥയിലാണ് താനെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ അദ്ദേഹം തുറന്നു പറയുന്നു. തിരുവനന്തപുരം നഗരസഭാ ഭരണം പിടിക്കാൻ ബിജെപി സർവ്വതന്ത്രങ്ങളും പയറ്റുന്നതിനിടയിലാണ് തിരുവനന്തപുരത്തെ പ്രധാന ബിജെപി നേതാവിന്റെ പരസ്യ പ്രതികരണം. ബിജെപി നേതൃത്വത്തെ പരസ്യമായി വിമർശിക്കുന്നതും വെല്ലുവിളിക്കുന്നതുമാണ് എം.എസ്. കുമാറിന്റെ FB പോസ്റ്റ്. ഗാസ യുദ്ധം മുതൽ PM-ശ്രീ വരെ പലതും മറ്റിടങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. എന്നാൽ തിരുവനന്തപുരം നഗരസഭയിൽ ചർച്ചയാകാൻ പോകുന്നത് കൌൺസിലർ അനിൽകുമാറിന്റെ ആത്മഹത്യയും അതിലേക്ക് നയിച്ച കാരണങ്ങളുമാവും. പാർട്ടിക്കാർക്ക് നൽകിയ കടം അവർ തിരിച്ചടയ്ക്കാത്തതും അതിൽ നേതൃത്വം ഇടപെടാത്തതുമാണ് അനിലിനെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്കും ആത്മഹത്യയിലേക്കും നയിച്ചത്. മറ്റൊരു സഹകരണ സംഘത്തിന്റെ തലപ്പത്തുള്ള താനും ഇതേ അവസ്ഥയിലാണ്. മരിച്ചു കഴിഞ്ഞ് നെഞ്ചത്ത് റീത്ത് വെക്കുന്നതല്ല രാഷ്ട്രീയ പ്രവർത്തനം. താൻ കൂടിയുള്ള സംഘത്തിൽ വായ്പയെടുത്തവരിൽ 70% ബിജെപിക്കാരാണ്. വായ്പ തിരിച്ചടയ്ക്കാത്തവരിൽ 90% പാർട്ടിക്കാരാണ്. അതിൽ സെൽ കൺവീനർമാർ അടക്കമുള്ള സംസ്ഥാന ഭാരവാഹികളുമുണ്ട്. വായ്പയെടുത്ത് മുങ്ങി നടക്കുന്ന ഇവരെ മുൻനിർത്തിയാണ് നഗരസഭാ ഭരണം പിടിക്കാൻ പോകുന്നതെങ്കിൽ അത് ജനങ്ങൾ അറിയട്ടെ. വായ്പ തിരിച്ചടപ്പിക്കാൻ നടപടിയുണ്ടായില്ലെങ്കിൽ അടുത്ത പോസ്റ്റിൽ ഇവരുടെ പേരുകൾ വെളിപ്പെടുത്തുമെന്നും എം.എസ്. കുമാർ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. 2025 എഴുത്തച്ഛൻ പുരസ്കാരം കവി KG ശങ്കരപിള്ളയ്ക്ക് 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് പുരസ്കാരം. സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. NS മാധവൻ, KR മീര, ഡോക്ടർ KM അനിൽ, CP അബൂബക്കർ തുടങ്ങിയവർ പുരസ്കാര നിർണയ സമിതിയാണ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. ആധുനിക മലയാള കവിതയുടെ മുഖമാണ് ശങ്കരപിള്ളയെന്ന് പുരസ്കാരം പ്രഖ്യാപിച്ച മന്ത്രി പറഞ്ഞു. പ്രശസ്ത കവി ശ്രീ KG ശങ്കരപിള്ളയാണ്. ആധുനിക മലയാള കവിതയിലെ നവഭാവുകത്വത്തിൻ്റെ ശീഘ്രഗതിയിൽ നിന്ന പ്രതിഭയാണ് KG ശങ്കരപിള്ള. ഇന്ത്യൻ ദേശീയതയുടെ സവിശേഷമായ സംക്രമണ ഘട്ടത്തിൽ തീർത്തും വ്യത്യസ്തമായ ശൈലിയും ആഖ്യാന ഘടനയുമായി അദ്ദേഹം രംഗപ്രവേശനം ചെയ്തു. ആവിഷ്കാരത്തിൻ്റെ ഭിന്ന വഴികളിലൂടെ അദ്ദേഹത്തിൻ്റെ കവിത കഴിഞ്ഞ അരനൂറ്റാണ്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ശക്തമായ സാന്നിധ്യം ഏതൊരു മലയാളിക്കും അഭിമാനിക്കാൻ വക നൽകുന്നതാണ്. സമകാല രാഷ്ട്രീയ സംഭവങ്ങളോട് ശക്തമായി പ്രതികരിക്കുമ്പോൾ തന്നെ ഭാവപരമായ ഔന്നിത്യം പുലർത്തുന്ന കവിതകളാണ് അദ്ദേഹത്തിൻ്റെത്. മലയാള സാഹിത്യത്തെ സാമാന്യമായും കവിതാ സാഹിത്യത്തെ സവിശേഷമായും സമ്പന്നമാക്കുന്നതിൽ ശ്രദ്ധേയമായ സംഭാവന നൽകിയ പ്രതിപാദനാണ് KG ശങ്കരപിള്ള എന്ന കാര്യം എഴുത്തച്ഛൻ പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തുകൊണ്ട് ജൂറി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ശ്രീ NS മാധവൻ ചെയർമാനും ശ്രീമതി KR മീര, ഡോക്ടർ KM അനിൽ എന്നിവർ അംഗങ്ങളും കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി പ്രൊഫസർ CP അബൂബക്കർ മെമ്പർ സെക്രട്ടറിയുമായ പുരസ്കാര നിർണയ സമിതിയാണ് ജേതാവിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D. സുധീഷ് കുമാർ അറസ്റ്റിൽ. കേസിൽ 3ാമത്തെ അറസ്റ്റാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിലെ സുഹൃത്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് നിർണായകമായ ചില രേഖകൾ പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തെന്നും സൂചനയുണ്ട്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് SIT കഴിഞ്ഞ ദിവസം വിശദമായ പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയ്ക്കിടയിലാണ് പ്രധാനപ്പെട്ട ചില രേഖകൾ അവിടെ നിന്ന് പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായത്. അതിന് പിന്നാലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉറ്റ സുഹൃത്തായ PK വാസുദേവനെ ചോദ്യം ചെയ്യലിനായി ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. ഇയാൾക്ക് പുറമെ ദേവസ്വം ബോർഡിലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷ് കുമാറിനോടും ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്താൻ നിർദ്ദേശം നൽകുകയായിരുന്നു. തുടർന്ന് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും PK വാസുദേവനെ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചാൽ ഉടൻ തന്നെ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകണമെന്ന നിർദ്ദേശം നൽകിയാണ് വാസുദേവനെ പറഞ്ഞയച്ചിരിക്കുന്നത്. അതേസമയം മറ്റ് തുടർ നടപടികൾ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം മറ്റ് തുടർ നടപടികളിലേക്ക് സുധീഷ് കുമാറിനെ മറ്റ് തുടർ നടപടികളുടെ ഭാഗമായി റാന്നി കോടതിയിൽ ഹാജരാക്കുന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങളാണ് ബാക്കിയാകുന്നത്. വൈകാതെ തന്നെ കോടതിയിലേക്ക് സുധീഷിനെ എത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും കേസുമായി ബന്ധപ്പെട്ട് 3ാമത്തെ അറസ്റ്റാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗമായ 2ാമത്തെ ഉദ്യോഗസ്ഥനാണ് അറസ്റ്റിലാകുന്നത്. അതായത്
ആദ്യം മുരാരി ബാബു അറസ്റ്റിലാകുന്നു, പിന്നീട് ഇപ്പോൾ സുധീഷ് കുമാർ അറസ്റ്റിലാകുന്നു. സുധീഷാണ് ഈ സ്വർണ്ണപ്പാളി അവിടെ നിന്ന് മോഷ്ടിക്കാനുള്ള സാഹചര്യം ഒരുക്കി നൽകിയത് എന്നാണ് SITയുടെ കണ്ടെത്തലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ശേഷിക്കുന്ന 7 ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്ക് കൂടി വൈകാതെ അന്വേഷണം എത്തും. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം അവരെയും അറസ്റ്റ് അടക്കമുള്ള തുടർ നീക്കങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് SITയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നിലനിൽക്കുന്നത്.